ഇവിടുത്തെ വണ്ടി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പുറത്തുനിന്ന് വേറെ എവിടുന്ന് പോയിട്ട് എടുക്കുന്നേക്കാളും ഒരു 50,000 രൂപ എന്തായാലും വ്യത്യാസങ്ങൾ ഇവിടുന്ന് എടുക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ ആ വ്യത്യാസം വണ്ടിയിലുള്ളതാണ്. വണ്ടി അത്രയും ക്വാളിറ്റി ആയതുകൊണ്ടാണ് എന്തെങ്കിലും വ്യത്യാസം. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഇവിടത്തേക്ക് പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഒരാളും ഇവിടുന്ന് വണ്ടി എടുക്കാതെ പോയിട്ടില്ല. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോഴിക്കോടൻ അലുവ കസ്റ്റം പോലത്തെ വണ്ടിയാണ് ഇവിടെ ഉള്ളത്. ഒരു സന്തോഷ വാർത്ത എന്താ വെച്ചാല് ഞങ്ങളെ പുതിയ ഷോറൂം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന ഞങ്ങളെ ഫോക്കസ് മോട്ടോഴ്സിനെ അറിയുന്ന കൊല്ലം ജില്ലയിലാണ്. അത് മെഡിസിറ്റി, അതായത് മെഡിക്കൽ കോളേജിന്റെ തൊട്ട് ട്രാവൻകൂർ മെഡിസിറ്റിയുടെ ഗേറ്റിന് തൊട്ടപ്പുറത്ത്. അപ്പൊ ഈ വീഡിയോ കൊല്ലം ആ ഭാഗത്തു നിന്നൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവരെ ഷോറൂമിലേക്ക് പോയിക്കോളൂട്ടോ. 17-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 17-ാം തീയതി സോഫ്റ്റ് ഉദ്ഘാടനം, ഗ്രാൻഡിന്റെ ഉദ്ഘാടനം നിങ്ങളൊക്കെ അറിയിക്കും. എന്തായാലും നിങ്ങളെ വീഡിയോ കാണുന്ന ഫോക്കസിനെ അറിയുന്ന നിങ്ങളെ പ്രേക്ഷകർ കൂടി ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങളോടൊക്കെ പിന്തുണയോട് കൂടിയാണ് ഞങ്ങൾക്ക് ഫോക്കസ് മോട്ടോഴ്സിന് വളരാൻ കഴിഞ്ഞത്. അതിന്റെ സന്തോഷവും നന്ദിയും കടപ്പാടും ഇനിയും തുടർന്നു നിങ്ങളെ പ്രാർത്ഥനയിലും നിങ്ങളെ സേവനത്തിലും നിങ്ങളെ സർവീസിലും എല്ലാത്തിലും നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാവില്ലേ? ഓക്കെ, KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ ഇന്നുള്ളത് ഫോക്കസ് മോട്ടോഴ്സിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്. കഴിഞ്ഞ 2 വീഡിയോയില് മൂപ്പര് ഉണ്ടായിരുന്നില്ല. മൂപ്പര് നല്ല തിരക്കിലായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം, സുഖല്ലേ? മൂപ്പരെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. വണ്ടികൾ ഇപ്പോ ഏകദേശം കുറെ കയറിയിട്ടുണ്ടല്ലേ? നമ്മൾ അന്നാള് ചെയ്തതിനു ശേഷം ഇഷ്ടംപോലെ പോയി. ഓക്കെ, 7 സീറ്റർ വണ്ടികളാണ് കൂടുതലും. അത് ക്രിസ്റ്റ, പിന്നെ ഫോർച്യൂണർ, പിന്നെ അതുപോലെ തന്നെ കാറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഇപ്പൊ മാക്സിമം എത്ര വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്? നമ്മളിതൊരു 70-100 70 ഉണ്ടാവില്ല. എന്തായാലും 2 വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നമ്മള് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇവിടുന്ന് ആരും വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഓഫർ എന്തെങ്കിലും കൊടുക്കും. നിങ്ങളോട് അല്ലാണ്ട് എനിക്ക് പിന്നെ ഇവിടുത്തെ സെയിൽസ്മാൻമാരോട് ചോദിക്കാൻ പറ്റൂല. ഇപ്പൊ ബോസ് ഇപ്പോ നമ്മൾ ഇവിടെ ഉള്ളത് കൊണ്ട് പിന്നെ ഡയറക്റ്റ് ചോദിക്കാലോ. ഞാൻ ഓൾറെഡി പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഒരു മാക്സിമം ലാസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങളോടൊക്കെ പറയാറ്. കാരണം ഒരുപാട് ദൂരം നിന്ന് പ്രവാസികളൊക്കെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ടല്ലോ. ആ സമയങ്ങളിൽ നമ്മൾ ഒരു മാക്സിമം നമ്മൾ നേരത്തെ തന്നെ വണ്ടിക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്താണ് വില ഇടാറുള്ളത്. മാക്സിമം ഒരു കസ്റ്റമർക്ക് ഫീലിംഗ് ആണ്. ചില ആളുകൾ സ്വാഭാവികമായിട്ട് വീഡിയോയില് വില കൂടുതലാണ് എന്ന് പറയാം. ചില സമയങ്ങളിൽ ഇവര് സ്റ്റാഫ് വന്നിട്ട് പറയും, സാറേ വില കൂടുതലാണെന്ന് പറയും, വില കുറക്കണം എന്നുള്ള രൂപത്തിലൊക്കെ പറയും. അപ്പോ ഒരു ദിവസം കഴിഞ്ഞപ്പോ കുറച്ച് ദിവസം മുന്നേ ഞാൻ എന്റെ സെയിൽസ് ടീമിനെ കൂട്ടി മാക്സിമം ക്വാളിറ്റിയിൽ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് കയറ്റി. ഒരു നമ്മൾ ഏതാണ് ഷോപ്പ് എന്ന് നമ്മൾ പറയാൻ പാടില്ല, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിലാണ് വണ്ടി വിൽക്കാൻ സാധിക്കും. ആ സമയത്ത് നമ്മൾ ഒരു 4 വണ്ടി ഷോറൂമിൽ കയറി വിവിധ ഡിസ്ട്രിക്റ്റുകൾ കയറി ഒരു യാത്ര പോയി. അപ്പൊ ഞങ്ങളും അവരും തമ്മിൽ വിലയായിട്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ ഇവര് ആ ചോദ്യം നിർത്തി. വില കൂടുതലാണ് കസ്റ്റമർ കമന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചോദ്യം നിർത്തി. ഒന്നാമത് ഈ കേരളത്തില് നമ്മൾ സെയിൽ ചെയ്യുന്ന വണ്ടികൾക്ക്, ഫോക്കസ് മോട്ടോഴ്സ് സെയിൽ ചെയ്യുന്ന വണ്ടികൾക്ക് 6 മന്ത് വാറന്റി കൊടുക്കും. ഏതൊരു കസ്റ്റമർ ഇവിടുന്ന് ഒരു വാഹനം എടുത്തുകൊണ്ട് അവർക്ക് 6 മന്ത് വാറന്റി നമ്മൾ കൊടുക്കും, ഗ്യാരണ്ടി ആയിട്ട്. പിന്നെ നമ്മളെ ഫോക്കസിന്റെ പ്രത്യേക ഇൻസ്പെക്ഷൻ ടീം നടത്തി ആ ഇൻസ്പെക്ഷൻ ശേഷമാണ് ഞങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ 130 പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടികൾ മാത്രമേ എടുക്കുള്ളൂ. 130 പ്ലസ് ചെക്കിങ് കഴിഞ്ഞ വാഹനങ്ങളാണ് ഞങ്ങളിവിടെ കയറ്റുന്നത്. ഞാൻ ഒരു കാര്യമാണ്, സെക്കൻഡ് ഹാൻഡ് വാഹനത്തില് ഇപ്പൊ ഈ ഫോർച്യൂണർ നിങ്ങൾ കാണാം. ഈ ഫോർച്യൂണർ ഇതേ ഉണ്ടാവുള്ളൂ. ഫോർച്യൂണർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ ഫോർച്യൂണർ ആയിട്ട് ഈ ഫോർച്യൂണർ ഉണ്ടാവുള്ളൂ. ആ ഷോറൂം കണ്ടീഷനിൽ എങ്ങനെയുണ്ട് ഈ ക്വാളിറ്റി കൂടുതലാണോ? ഈ ക്വാളിറ്റി കൂടുതലുള്ള വണ്ടി ഇതേ ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി കുറവാണെങ്കിൽ ആ ക്വാളിറ്റി കുറവില്ല വണ്ടി അതേ ഉണ്ടാവുള്ളൂ. ഒരു വണ്ടി ഒന്നേ ഉണ്ടാവുള്ളൂ. ഫ്രഷിനാണെങ്കിൽ പുതിയ ഓപ്ഷൻസ് ഉണ്ട്. പുതിയ ഇറങ്ങുമ്പോൾ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രഷ് നമ്മൾ പുതിയ എടുക്കുമ്പോ 0 കിലോമീറ്റർ ആയിരിക്കും. ഇത് കിലോമീറ്ററിൽ ഈ കിലോമീറ്റർ ഓടിയ വണ്ടി ഇത്രേ ഉണ്ടാവുള്ളൂ, ഇതൊന്നേ ഉണ്ടാവുള്ളൂ. അടുത്ത ഓപ്ഷൻ വേറെ ഉണ്ടാവും. അതാണ് സെക്കൻഡ് വണ്ടി. കിലോമീറ്റർ കൂടുതലുള്ള വണ്ടി നമ്മൾ ചെയ്യാറില്ല. ഫ്ലഡ് എഫക്റ്റുള്ള വണ്ടി നമ്മൾ ചെയ്യാറില്ല. കിലോമീറ്ററിൽ ഇടിച്ച വണ്ടി അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് എന്നല്ല, ആക്സിഡന്റിൽ ഒരു പമ്പർ അതുപോലെ മേജർ ആയിട്ടാണെങ്കിൽ ഉണ്ടാവില്ല. അല്ലാത്ത വാഹനങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എല്ലാതും ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിട്ടും നമ്മൾ പറഞ്ഞതിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാണാതെ പോയി എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ ഇവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആ വണ്ടി എടുക്കാൻ വന്ന അവരുടെ സമയത്തിന് വില, അവരുടെ എഫേർട്ടിന് വില, അവരുടെ പൈസ എത്രയാണ്. പല ഭാഗത്തുനിന്ന് ആൾക്കാർ അത്ര ലോങ് വരും. അതേ എമൗണ്ട് അവർ നഷ്ടപരിഹാരം അവർക്ക് തിരിച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഇവിടത്തേക്ക് പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടുണ്ട്.
ഒരാളും ഇവിടുന്ന് വണ്ടി എടുക്കാതെ പോയിട്ടില്ല. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കോഴിക്കോടൻ അലുവ കസ്റ്റം പോലത്തെ വണ്ടിയാണ് ഇവിടെ ഉള്ളത്. ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ എങ്ങനെയാണ് ഇതിന്? ഇത് മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട്, മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ പാണ്ടിക്കാട് അങ്ങനെയും പറയാം. പെരിന്തൽമണ്ണ 16 കിലോമീറ്റർ, മഞ്ചേരി 12 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. ഇത്ര ദൂരം അടുത്താണ്. അതെ. അപ്പൊ ഇവിടുത്തെ ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. പറയണ്ട, ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഇവിടെ 2012 ടൂ വീൽ ഡ്രൈവ് മോഡൽ കുറഞ്ഞ വണ്ടി. ഓക്കെ, ടൂ വീൽ ഡ്രൈവ് ആയത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് കേരള വണ്ടിയാ? കേരള വണ്ടിയല്ല, നമ്പർ ഓൾറെഡി ആയിട്ടുണ്ട് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1.5 ലക്ഷം. 1.5 ലക്ഷം ഓടി. വേറെ റീപ്ലേസ് മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല? ഒന്നും മാറിയില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 13 ലക്ഷം രൂപ. 13 റുപ്യ ചോദിക്കുന്നുണ്ട്. വില ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2016 മോഡലാണ്. ഇത് കേരള വണ്ടിയാ? അല്ലല്ല, NOC ലുള്ളത്. എവിടത്തേക്ക് വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കാം പറ്റും. 2016 മോഡല് 2,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഓക്കെ. വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ക്ലാസിന്റെ കാര്യങ്ങളൊന്നും തട്ടുമുട്ടൊന്നുമില്ല. എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് 15 ലക്ഷം. 15 രൂപ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ഇത് 2 വീൽ ഡ്രൈവ് അല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില കുറച്ച് തരും. ഇത് എങ്ങനെയാണ് മോഡൽ? 2014 മോഡൽ. കേരള വണ്ടിയാ? NOC എവിടത്തേക്ക് വേണമെങ്കിലും എടുക്കാൻ പറ്റൂല. ഓക്കെ. മോഡൽ വരുന്നത് 2014. ഏതായത് 4x4 ടൂ വീൽ ഡ്രൈവ് ആണ്, ഓട്ടോമാറ്റിക്. എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1,25,000. വേറെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടല്ലോ. വേറെ അപാകത? എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് 13 ലക്ഷം. 13 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. 2016 ക്രിസ്റ്റ ഒറിജിനൽ കേരള. നമ്പർ ആയ വണ്ടിയാണ്. 53 പെരിന്തൽമണ്ണക്ക് നമ്പർ ആയ വണ്ടി. ഓക്കെ. ഏതായത് ഓപ്ഷൻ വരുന്നത്? G4 മാനുവൽ വണ്ടി. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് സർവീസ് 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എല്ലാം സർവീസ് വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 14 ലക്ഷം റുപ്യ കൊടുക്കാം. 14 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കുക. ഓക്കെ. വീണ്ടും ഒരു ക്രിസ്റ്റ തന്നെ. ഇത് എങ്ങനെയാണ് മോഡൽ? 2018 മോഡൽ. G4 ഓട്ടോമാറ്റിക് വണ്ടി. G4 ഓട്ടോമാറ്റിക് വണ്ടി. 8 സീറ്റ് വണ്ടി. 8 സീറ്റ് ആണ് അല്ല? ഈ ടാക്സി കറക്റ്റ് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. 8 സീറ്റർ വണ്ടിയാണ്. ഇത് കേരള വണ്ടിയാ? നമ്പർ ആയ വണ്ടി. 2-3-4 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ യൂസ് ചെയ്ത് കൊടുക്കുന്ന വണ്ടി. ഓക്കെ. നമ്പർ ആയതാണ്. ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു 19 ലക്ഷത്തിന് കൊടുക്കാം. 18 വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി. 18 ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക്, GX ഓട്ടോമാറ്റിക്. 19 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. മാക്സിമം വില പൊട്ടിച്ചു തരും. ഇവിടെ ഒരു മുന്തിരി കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റയാണ്. ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2017 ആണ്. കേരള വണ്ടി. നമ്പർ ആയ വണ്ടിയില്ല. ഓക്കെ. 17 വണ്ടി അല്ലേ? വി ഓപ്ഷൻ വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വി ആണ് ഓപ്ഷൻ. ഓക്കെ. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ തന്നെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് എത്ര കൊടുക്കാം? 2 ലക്ഷം കിലോമീറ്റർ ഉണ്ട്. ഒരു 16 ലക്ഷം റുപ്യ നമുക്ക് ഫൈനൽ കൊടുക്കാം. 16 റുപ്യ കൊടുക്കും. 16 റുപ്യ കൊടുക്കാം. അല്ല, ഇത് ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ്. നമുക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ക്രിസ്റ്റ, അതും ഒറിജിനൽ കേരള വണ്ടി. ഇത് മോഡൽ 2023 Z മാനുവൽ. Z ആണ് ഓപ്ഷൻ വരുന്നത്. Z മാനുവൽ വണ്ടിയാണ്. അത് മാനുവൽ മാത്രമേ ഉള്ളൂ 2023. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഏകദേശം 73,000 കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. നല്ല മിയ. ഓക്കെ. എത്ര കൊടുക്കാം? നമുക്ക് 28 ലക്ഷം റുപ്യ ചോദിച്ചിട്ടുണ്ട്. ചെറിയ മാറ്റം വരുത്തി 28 ചോദിക്കേണ്ട. വില കുറച്ച് കൊടുക്കും. ഓക്കെ. ബാണെങ്കിൽ വിളിച്ചോ. വീണ്ടും ഒരു മുന്തിരി കളറിലുള്ള ക്രിസ്റ്റയാണ്. ഇതെങ്ങനെയാണ് മോഡൽ? 2019 GX ഓട്ടോമാറ്റിക് വണ്ടി. 19 GX ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമ്പർ ആയതാണ്? നമ്പർ ആയ വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 91,000 ഓടിയ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. ഓക്കെ. എത്ര ആസ്ക്? ഇത് 19,60,000. 19,60,000 ചോദിക്കുന്നുണ്ട്. വില കൂട്ടിച്ചു. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ ഒരു ക്രിസ്റ്റ നോക്കാം. ഇത് 2017-18 വണ്ടി. 17 മോഡൽ, 18 റൈസിന് ആയിട്ടുള്ള നമ്പർ ഓൾറെഡി ഇല്ല. നമ്പർ ആയിട്ട് NOC വണ്ടി. ഏത് ജില്ലക്ക് സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഏത് ജില്ലക്ക് വേണമെങ്കിൽ നമ്പർ ആക്കി കൊടുക്കും. 1.36 ഓടിന്റെ സിംഗിൾ ഓൺഷിപ്പ്. ഇത് നമുക്കൊരു 12 രൂപ ചോദിക്കുന്നുള്ളൂ. NOC എത്രയാണ്? 12.5.
1250 ചോദിക്കുന്നുണ്ട്. ഇത് മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ വണ്ടി ഏത് ഓപ്ഷൻ വരുന്ന G4 2017-18 റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ്. 1250 NOC ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്പർ ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളും നമ്പർ ആക്കി കൊടുക്കൂലേ? നമ്പർ ആക്കി കൊടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരും. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണറിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ എടുക്കുന്ന ആള് രണ്ടാമത്തെ ഓണറാവും. അല്ല, സിൽവർ കളറിൽ വരുന്ന ഒരു ക്രിസ്റ്റയാണ്. ഇവിടെ സിൽവർ കളറിൽ കുറെ വണ്ടി ഉണ്ട് കേട്ടോ. ഈ കളർ കുറെ ആൾക്കാർ ചോയ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ സിൽവർ വേണമെന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഒരു 4-5 വണ്ടി ഉണ്ട്. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? ഇത് 2017 Z ഓട്ടോമാറ്റിക് വണ്ടിയാണ്. NOC വണ്ടി. NOCയിലാണ് ഉള്ളത് അല്ലെ? നമ്പർ ആക്കി കൊടുക്കും. അതെ, NOC നമ്പർ ആക്കി കൊടുക്കൂല. NOC എടുത്തു കൊടുക്കും. ഓക്കെ, NOC എടുത്തു കൊടുക്കും. ഏത് ജില്ലക്ക് വേണമെങ്കിൽ മാറാൻ പറ്റും. NOC എടുക്കാം. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2017 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഓട്ടം 190 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഒരു ഡോറ് ഷോറൂമിൽ ക്ലെയിം ഉണ്ട്. ക്ലെയിം ഉണ്ടല്ലേ? മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഓക്കെ, മേജർ തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി. ഓപ്ഷൻ തന്നെ Z. ഇതൊരു 17 NOC ചോദിക്കുന്നുണ്ട്. വില പൊട്ടിച്ചു കൊടുക്കണം. 17 NOCയിൽ ചോദിക്കുന്നത്. വില പൊട്ടിച്ചു കൊടുക്കും. വില കുറച്ച് തരും. ഇവിടെ ഒരു ഇന്നോവ കാർ ആകെ ഒറ്റൊരു പീസല്ലേ ഇവിടെ ഉള്ളൂ. വേറെ ഇല്ലല്ല, ഇപ്പൊ ഇവിടെ വന്ന സ്റ്റോക്ക് ഒന്നാണ് സ്റ്റോക്ക് ഉള്ളത്. വില പൊട്ടിച്ചും കൊടുക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി. നമ്പർ ആയതാ? നമ്പർ ആയ വണ്ടി. ഓക്കെ, ഇത് 1,82,000 ഓടിന്റെ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. ഓപ്ഷൻ വരുന്നത് ഇത് G4. ഓക്കെ, ഇത് 9.5 ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് നെറ്റ് ആയിട്ട് 9 രൂപയ്ക്ക് കൊടുക്കാം. 9 ഉറുപ്പിക കൊടുക്കാം. 2015 മോഡൽ 16 റൈസൺ ആയിട്ടുള്ള നമ്പർ ആയ വണ്ടി ഓൾറെഡി. ഓക്കെ, 960 ചോദിക്കുന്നുണ്ട്. വില കാത്തി കൊടുക്കും. ഒരു 9 രൂപയ്ക്ക് ഫൈനൽ ചെയ്തു. ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് ഒന്നും 8 സീറ്റ് വണ്ടിയാണ്. ടാക്സിക്കാർ 8 സീറ്റ് വണ്ടിയാണ് കേട്ടോ. അതും വൈറ്റ് കളറാണ്. പിന്നെ ടാക്സിക്കാർക്ക് നല്ല പറ്റിയ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2016 ന്യൂ ഷേപ്പിൽ ആദ്യമായിട്ട് വന്ന വണ്ടി. കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി. 2016 4x4 ഓട്ടോമാറ്റിക് വണ്ടി. 4x4 ഓട്ടോമാറ്റിക്. 2023 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. ഓക്കെ, എത്ര ഓടിയിട്ടില്ലേ? 1,10,000. 1,15 ഓടിയിട്ടുണ്ട്. 1,10 ഓടിന്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും? ഇതിന്റെ ഒരു ഡോർ ക്ലെയിം ഉണ്ട് ഷോറൂമിൽ തന്നെ. ഏതാണ് ഡ്രൈവിംഗ് സീറ്റ്? ബാക്ക് സൈഡ് ഷോറൂമിൽ ക്ലെയിം. ഓക്കെ. വേറെ മേജർ കാര്യങ്ങളൊന്നും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 4 വീൽ ഡ്രൈവ് ആണ്. നമുക്ക് 29,90 കൊടുക്കാം. 29,90. കേരള വണ്ടി 4 വീൽ ഡ്രൈവ്. കേരള വണ്ടി 2017 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. 2017 മോഡൽ 2 വീൽ ഡ്രൈവ് ആണ് കേട്ടോ. 23 കൺവേർട്ട് ഒക്കെ ചെയ്തത്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2023 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൺവേർട്ട് ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 2017 ഷേപ്പ് വേറെയാണ് വരുന്നത്. 23 ഷേപ്പിലേക്ക് മാറി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട്. KL53 നമ്പർ ആയിട്ട് 2-3 വർഷം കേരളത്തിൽ യൂസ് ചെയ്ത വണ്ടിയാണല്ലോ. വേറെ അപാകതകളൊന്നും ഇല്ല. എവിടെ കൊണ്ട് പോയി ചെക്ക് ചെയ്യാം. കറക്റ്റ് പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് 1,30,000 ഓടിയിട്ടുണ്ട്. അതും പ്രോപ്പർ സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് 27 ചോദിക്കുന്നുണ്ട്. വില നെഗോഷ്യബിൾ ആണ്. ചെറിയ മാറ്റം. ഓക്കെ, 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കി. 2019 G4 ഓട്ടോമാറ്റിക് അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? 1,53,000 ഓടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര കൊടുക്കാം? നമുക്കൊരു 17 കൊടുക്കാം. 17 കൊടുക്കാം തന്നെ. വില കുറയോ? ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ഗുഡ് ബൈ. ഓക്കെ.